ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൗൺസിൽ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നടന്ന കുറച്ച് മൂവ്മെൻറ്റ്സ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ ഡു വാച്ച് ആൻഡ് സപ്പോർട്ട്. ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് പീഡിയാട്രിക് പോസ്റ്റിംഗ് ആയിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും ആദ്യം ക്ലിനിക്സിലോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോഴേക്കും ഒരു മാം പറഞ്ഞു നമുക്ക് ഇന്ന് HOD മാമിൻ്റെ ക്ലാസ് ഉണ്ട്, അപ്പം എല്ലാവരും നേരെ ടീച്ചിങ് റൂമിലോട്ട് പോകാൻ പറഞ്ഞു. അപ്പം നമ്മളെല്ലാവരും ഒന്നിച്ച് അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പേർക്ക് ക്യാമ്പയിനിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു, എലക്ഷൻ ആയതുകൊണ്ട്. അപ്പം എന്താ പറയുക, അപ്പം ഞങ്ങൾ കുറച്ചൊരു 3-4-5 പേര് ഞങ്ങൾ ക്യാമ്പയിനിന് വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് വേണ്ടി വോട്ട് ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് നമ്മുടെ ജൂനിയേഴ്സ് ആയിരുന്നു ഈ സമയത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് എല്ലാം പറയായിരുന്നു നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് തന്നെ വോട്ട് ചെയ്യണം കേട്ടോ എന്ന്. ഇത് ഞങ്ങളുടെ 2023 ബാച്ചാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചു, എന്നിട്ട് അവർ വോട്ട് ചെയ്യാൻ വേണ്ടി കയറുകയാണ്. അതിന് ശേഷം ഞങ്ങളിതാ 2022 കാണാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഞങ്ങളിതാ 2022 ബാച്ചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാരണം നമുക്ക് ആ സമയത്ത് ഭയങ്കര കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ 2021 അടുത്തെത്തി. അതായത് ഞങ്ങളുടെ ബാച്ചിൻ്റെ അടുത്ത്. അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മത്സരിക്കുന്ന ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം അവരോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഞാൻ സൈലന്റ് ആയിരുന്നു. ഇതാണ് നമ്മുടെ പഞ്ചമി പ്രേ. ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ വോട്ടൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കൂടെ വോട്ട് ചെയ്യാനുണ്ട്. ഞങ്ങൾ താല്പര്യം ചെയ്യട്ടെ. ഞങ്ങളിതാ വീണ്ടും 2023 കാണാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു. കണ്ട കുട്ടികളെ തന്നെയാണ് നമ്മൾ പിന്നെയും കാണുന്നത്. മിക്കവാറും അവരെ വെറുപ്പിച്ചിട്ടുണ്ടാവും, എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇത് ഇലക്ഷൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് നമ്മളെല്ലാവരും ആ സ്പിരിറ്റിൽ എടുത്തിട്ടുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഏരിയ കഴിഞ്ഞ് അടുത്ത ഏരിയയിലോട്ട് ഞങ്ങൾ പോവുകയാണ്. അടുത്ത ഞങ്ങൾ 2020 കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് അവർക്ക് ഫൈനൽ ഇയേഴ്സ് ആണല്ലോ, അപ്പോൾ ക്ലിനിക്സ് ഓരോ ടൈമിലൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ സമയം അനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവർ വരുന്ന അനുസരിച്ച് നമ്മളെല്ലാവരും സംസാരിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടിയപ്പോഴേക്കും ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി ചെന്നു. ഞങ്ങളുടെ ബാച്ചിന് വേണ്ടി അലോട്ട് ചെയ്ത പ്ലേസിൽ ചെന്ന് വോട്ടൊക്കെ ചെയ്തു. അതിന് ശേഷം നിങ്ങൾ ഇനി ഉള്ളിൽ കയറണ്ട, പുറത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും പുറത്തിരിക്കുകയാണ് ഇവിടെ. നമ്മള് ലാസ്റ്റ് ജുവാൻ എന്താ പറയാനുള്ള ഈ നിമിഷം? നല്ലൊരു സംഭവമാണ് ഇലക്ഷൻ. എല്ലാരും വോട്ട് ചെയ്യണം. പിന്നെ കുട്ടിയുടെ ഈ വീഡിയോ എടുക്കുന്ന കുട്ടിയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, എല്ലാവരും ലൈക്ക് അടിക്കും, സപ്പോർട്ട് ചെയ്യും. അതെന്താ ഇത് പറ, വോട്ടൊക്കെ എങ്ങനെയുണ്ട്? വോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്ര ടൈറ്റ് ആയിട്ട് ഇലക്ഷൻ ഇവിടെ ഇതുവരെ നടന്നിട്ടില്ല. ഇതിനു മുമ്പ് ഒരു പോസ്റ്റിനൊക്കെ ആയിരുന്നു ഇലക്ഷനുള്ള, ഇവിടെ 5 പോസ്റ്റ്. നല്ല ടൈറ്റ് ആണ്. പിള്ളേരാണ്, ചേച്ചിമാരാണ്, ചേട്ടന്മാരാണ്, സൂപ്പർ ആയിട്ട് കാര്യങ്ങൾ അടിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ഒന്നും അറിയില്ല. ഇന്ന് 2 മണിയാകുമ്പോൾ റിസൾട്ട് വരുമെന്നൊക്കെയാണ് പറയുന്നത്. 2 മണിയാകുമ്പോൾ നമ്മൾ കൗണ്ടിങ് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളെ സംസാരിക്കുന്നു, അപ്പോഴേക്കും അത് 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഒപ്പോസുള്ള ആൾക്കാർ വന്ന് സംസാരിക്കുന്നു. അത് കഴിയുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ. അങ്ങനെ ഫുൾ രസം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പിന്നെ HS ഒക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം അവർ വോട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഡ്യൂട്ടിക്കിടയ്ക്ക് ഫ്രീ ആണ് അനുസരിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ കറക്റ്റ് ടൈം എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 1:30 മുമ്പ് എപ്പോൾ വേണേലും വന്നാൽ മതി എന്നാണ് പറഞ്ഞത്.
അങ്ങനെ ഇവിടുത്തെ പരിപാടികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം എന്താ പറയാ, ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കണോ വേണ്ടോ എന്നൊക്കെ ആലോചിക്കുകയാണ്. കാരണം 1:30-ക്കാണ് കഴിഞ്ഞത്. പിന്നെ ഇനി 2 മണിക്ക് ക്ലാസ് ഉണ്ട്, അതിനുള്ളിൽ കഴിച്ചു തീർക്കാൻ പറ്റുമോ എന്നൊക്കെ ഓർത്തിട്ടുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ 2 കൽപ്പിച്ചിട്ട് പോയി കഴിക്കാന്ന് ഓർത്തിട്ട് ഞങ്ങൾ ക്യാൻറ്റീനിൽ വന്നു. അവിടെ വന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പിന്നെയും ഡിസ്കഷൻ, ഇലക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കഷൻ ആയിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ വന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അവിടെ നിന്ന് പതിയെ ഇറങ്ങി. അതിനുശേഷം ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കോളേജിലോട്ട് കയറാൻ വേണ്ടി പോവായിരുന്നു. ഞങ്ങളിതാ പിന്നെ ക്ലാസ്സിലൊക്കെ വന്നു. പക്ഷേ സാറ് വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ വെറുതെ കുറേ നേരം ഇരുന്നു. എന്തോ അതിനുശേഷം സാറ് വന്ന് സാറ് പഠിപ്പിക്കാനുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ എടുത്തു. കമ്മ്യൂണിറ്റി മെഡിസിൻ ആയിരുന്നു. അപ്പോൾ സാറ് ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.